ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ടെമ്പിൾ എന്ന ഈ ഡിവൈസിനെ കുറിച്ചും കണ്ടിന്യൂ എന്ന അദ്ദേഹത്തിന്റെ പുതിയ സംരംഭത്തിനെ കുറിച്ചുമാണ്. ഹായ് ഓൾ, സൊമാറ്റോ സിഇഒ ദീപീന്ദർ ഗോയൽ രാജ് ഷമാനിയുമായുള്ള ഈ ഒരു പോഡ്കാസ്റ്റിൽ വന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു വശത്തായി വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ഉപകരണമാണ്. ഇതൊരു സാധാരണ ഗാഡ്ജറ്റ് അല്ല. ഏകദേശം 225 കോടി രൂപയുടെ സ്വന്തം സമ്പാദ്യം മുടക്കി അദ്ദേഹം നടത്തുന്ന ഒരു വലിയ പരീക്ഷണത്തിന്റെ ഭാഗമാണിത്. കണ്ടിന്യൂ എന്നത് ഹ്യൂമൻ ഹെൽത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആയുസിനും വേണ്ടിയിട്ട് ഉള്ള അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയാണ്. ദീപീന്ദർ ഗോയൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന തിയറിയാണ് ഗ്രാവിറ്റി ഏജിംഗ് ഹൈപ്പോത്തസിസ്. ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹാർട്ട് താഴെയും നമ്മുടെ ബ്രെയിൻ മുകളിലുമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷത്തിന് എതിരായി നമ്മുടെ രക്തം മുകളിലേക്ക് ബ്രെയിനിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഹാർട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. വർഷങ്ങൾ കഴിയും തോറും ഈ ഒരു പമ്പിംഗ് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത കുറയാൻ സെറിബ്രൽ ബ്ലഡ് ഫ്ലോ കുറയുന്നു. തലച്ചോറിലേക്ക് രക്തം കുറയുമ്പോൾ തലച്ചോറ് ക്ഷീണിക്കുന്നു. അത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വാർദ്ധക്യത്തിന് അല്ലെങ്കിൽ ഏജിങ്ങിന് കാരണമാകുന്നു എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വവ്വാലുകളെയും സ്ലോത്തുകളെയുമാണ്. ഇവ ഭൂരിഭാഗം സമയവും മരങ്ങളിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്നവയാണ്. സാധാരണയായി എലികളെ പോലെയുള്ള ചെറിയ മാമൽസിന് അതിന്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആയുസ് വളരെ കുറവാണ്. എന്നാൽ വവ്വാലുകൾക്ക് അവയുടെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയുസ് കൂടുതലാണ്. മനുഷ്യര് നിവർന്നു നിൽക്കുമ്പോൾ ഗ്രാവിറ്റി രക്തത്തെ താഴേക്ക് വലിക്കുന്നു. എന്നാൽ വവ്വാലുകൾ തല കീഴായി കിടക്കുമ്പോൾ ഗ്രാവിറ്റി അവരുടെ തലച്ചോറിലേക്ക് രക്തം എത്തിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ മെച്ചപ്പെട്ട രക്തയോട്ടമാണോ ഇവയെ കൂടുതൽ കാലം ജീവിക്കാൻ സഹായിക്കുന്നത് എന്നാണ് ദീപീന്ദർ അന്വേഷിക്കുന്നത്. ഈ ഒരു പ്രശ്നം പഠിക്കാനായി അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു ഉപകരണമാണ് ടെമ്പിൾ. എന്തിനാണിത് നെറ്റിയുടെ വശത്തായിട്ട് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ പുറമേ നിന്ന് അളക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണിത്. ഇവിടെ സൂപ്പർഫിഷ്യൽ ടെമ്പറൽ ആർട്ടറി പോലെയുള്ള രക്തധമനികളാണ് ഉള്ളത്. അപ്പോൾ ദീപീന്ദർ വിശ്വസിക്കുന്നത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം, അതായത് സെറിബ്രൽ ബ്ലഡ് ഫ്ലോ, നമ്മുടെ ആയുസ്സിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബയോമാർക്കർ ആണെന്നാണ്. അത് അളക്കാനായിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റ് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് റിസർച്ചേഴ്സും സയന്റിസ്റ്റും ഒക്കെ ഈ പറയുന്നതിലൊന്നും ഒരു കഴമ്പും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും വീഡിയോസും ഒക്കെ ഇപ്പം ഇട്ടു തുടങ്ങിയിട്ടുണ്ട്.